ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലും മധ്യപ്രദേശിലും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. കോൺഗ്രസിന്റെ തെലങ്കാനയിലെ പ്രചാരണ പരിപാടികൾക്ക് ജനജാതര യോഗത്തോടെ തുടക്കം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള കാലാവധി നാളെ വരെ. മത്സരരംഗത്ത് 204 സ്ഥാനാർത്ഥികൾ. ഇന്ന് ലോക ആരോഗ്യ ദിനം. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ചൂട് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL-ൽ രാജസ്ഥാൻ റോയൽസിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെ 6 വിക്കറ്റ് വിജയം. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവമാണ്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം പുരോഗമിക്കുന്നത്. വിശദാംശങ്ങൾ. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ നവാദയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. ജാമുയി മണ്ഡലത്തിൽ നിന്നും ഈ മാസം 4-നാണ് അദ്ദേഹം സംസ്ഥാനത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ മാസം 19-നാണ് ഗയ, ഔറംഗാബാദ്, നവാദ, ജാമുയി എന്നിവിടങ്ങളിൽ വോട്ടെടുപ്പ്. മധ്യപ്രദേശിലെ BJP തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ജബൽപൂർ മണ്ഡലത്തിൽ അദ്ദേഹം റോഡ് ഷോ നടത്തും. ചൊവ്വാഴ്ച ബാലാഘാട്ടിൽ നടക്കുന്ന റാലിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഈ 2 മണ്ഡലങ്ങളും ഗോത്രവിഭാഗ ജനത കൂടുതലായുള്ള മഹാഘോഷൽ മേഖലയിൽപ്പെടുന്നവയാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് ജയിച്ച ചിന്ത്വാഡ മണ്ഡലവും ഈ മേഖലയിലാണ്. ഈ മാസം 19-നാണ് ഈ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ്. തെലങ്കാനയിലെ ലോക്സഭാ പ്രചാരണ പരിപാടികൾക്ക് കോൺഗ്രസ് മഹാപൊതുയോഗത്തോടെ തുടക്കം കുറിച്ചു. രംഗറെഡ്ഡി ജില്ലയിലെ തുക്കുഗുഡയിൽ ഇന്നലെ നടന്ന ജനജാതര യോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുത്തു. രാജസ്ഥാനിലെ ജയ്പൂരിൽ നടന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ നിലവിൽ 204 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. 2,77,49,159 വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം നേടിയത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ആലപ്പുഴയിൽ ഇന്നലെ LDF പ്രചാരണ പരിപാടികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. ഇന്ന് മാവേലിക്കര മണ്ഡലത്തിലെ കുന്നത്തൂർ, ചെന്നിത്തല, പത്തനാപുരം എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും. കോഴിക്കോട്ടെ NDA സ്ഥാനാർത്ഥി MT രമേശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്നലെ രാത്രി സംഘടിപ്പിച്ച റോഡ് ഷോയിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ മുഖ്യാതിഥിയായി. അരയിടത്തു പാലത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ മുതലക്കുളത്ത് സമാപിച്ചു. UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഈ മാസം 19, 20 തീയതികളിൽ വയനാട്ടിലെത്തും. വിവിധ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. BJP അധ്യക്ഷൻ JP നദ്ദയും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് 5 പേരും രാജ്യസഭാംഗങ്ങളായി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. BJPയുടെ അശോക് റാവു, ശങ്കർ റാവു ചവാൻ, ചുനിലാൽ ഗസാരിയ, തൃണമൂൽ കോൺഗ്രസിന്റെ സുസ്മിത ദേവ്, മുഹമ്മദ് നദീമുൽ ഹക്ക്, കോൺഗ്രസിലെ അനിൽകുമാർ യാദവ് മന്ദാദി എന്നിവരാണ് രാജ്യസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ന് ലോക ആരോഗ്യ ദിനം. ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനമായ ഏപ്രിൽ 7-നാണ് എല്ലാ വർഷവും ആരോഗ്യ ദിനം ആചരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനുമാണ് ദിനാചരണം. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നതിന്റെ 76-ാം വാർഷികമാണ് ഇന്ന്. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതാണ് ഈ വർഷം ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം. ഗുണനിലവാരമുള്ള ആരോഗ്യ പരിരക്ഷയ്ക്കും അതേക്കുറിച്ചുള്ള അവബോധത്തിനുമുള്ള മനുഷ്യാവകാശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇതുവഴി ആഹ്വാനം ചെയ്യുന്നത്. ലോകമെങ്ങും സർക്കാരുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഇന്ന് വിവിധ പരിപാടികൾ നടക്കും. ആം ആദ്മി പാർട്ടി നേതാവും മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയയുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 18 വരെ നീട്ടി. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റഡി. പശ്ചിമബംഗാളിലെ ഭൂപതി നഗർ സ്ഫോടന കേസിലെ ഗൂഢാലോചനയിൽ പങ്കാളികളായ 3 പേരെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. 2022 ഡിസംബറിലായിരുന്നു 3 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഇന്നലെ രാത്രി ജയ്പൂരിൽ നടന്ന IPL ക്രിക്കറ്റ് മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ
6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 184 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 19.1 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് എടുത്തു. ജോസ് ബട്ട്ലർ പുറത്താകാതെ 100 റൺസ് നേടി കളിയിലെ താരമായി. സഞ്ജു സാംസൺ 69 റൺസ് എടുത്തു. RCBക്ക് വേണ്ടി വിരാട് കോഹ്ലി 113 റൺസ് നേടി. ഇന്ന് വൈകിട്ട് 3:30 മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ലക്നൌ സൂപ്പർ ജയന്റ്സ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരം രാത്രി 7:30 ആരംഭിക്കും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു FCയെ നേരിടും. രാത്രി 7:30 മത്സരം. രാജ്യത്തുടനീളം ശിശുക്കളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കടത്തുകാരുടെ ശൃംഖലയിൽപ്പെട്ട 7 പേരെ CBI അറസ്റ്റ് ചെയ്തു. 3 കുട്ടികളെ രക്ഷപ്പെടുത്തി. ഡൽഹി, ഹരിയാന എന്നിവിടങ്ങളിൽ നടത്തിയ അന്വേഷണത്തിലാണ് നടപടി. UPI ഉപയോഗിച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകൾ വഴി പണം നിക്ഷേപിക്കാൻ ഉടൻ അനുമതി നൽകുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നിലവിൽ പ്രധാനമായും പണം പിൻവലിക്കാനോ കൈമാറ്റത്തിനോ ആണ് UPI ഉപയോഗിക്കുന്നത്. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസായി ഉയരാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാതലിൻ കൊടുങ്കാറ്റിനെ തുടർന്ന് UKയിൽ 1 ഡസനിലേറെ വിമാന സർവീസുകൾ റദ്ദാക്കി. എഡിൻബർഗ്, ബെൽഫാസ്റ്റ്, മാഞ്ചസ്റ്റർ, ബർമിംഗ്ഹാം എന്നിവിടങ്ങളിലായി നിരവധി യാത്രക്കാരാണ് കുടുങ്ങിയത്. ഇംഗ്ലണ്ടിന്റെ വടക്കു പടിഞ്ഞാറൻ, തെക്കു പടിഞ്ഞാറൻ മേഖലകളിലും സ്കോട്ട്ലൻഡ്, വെയിൽസ്, ഉത്തര അയർലൻഡ് എന്നിവിടങ്ങളിലും മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചു. സ്കോട്ട്ലൻഡിൽ റെയിൽ, ഫെറി സർവീസുകളും തടസ്സപ്പെട്ടു. ഇംഗ്ലണ്ടിൽ പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ രാജി, പുതിയ തെരഞ്ഞെടുപ്പ് എന്നിവ ആവശ്യപ്പെട്ട് ഇസ്രയേലിൽ പ്രതിഷേധം. ദേശീയ പതാകയേന്തി ടെൽ അവീവ്, ഹൈഫ, സിസേറിയ എന്നിവിടങ്ങളിലെ തെരുവുകളിൽ ഇറങ്ങിയ പ്രതിഷേധക്കാർ ഗാസയിൽ തടവിൽ കഴിയുന്ന ഇസ്രയേലി പൌരന്മാരെ ഉടൻ വിട്ടുകിട്ടണമെന്നും ആവശ്യപ്പെട്ടു. കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് സബാഹ് അൽ സലേം അൽ സബാഹ് സ്ഥാനമൊഴിഞ്ഞു. പുതിയ ദേശീയ അസംബ്ലി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ ജാബർ അൽ സബാഹിന് മന്ത്രിസഭയുടെ രാജി സമർപ്പിച്ചത്. പുതിയ സഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 17 വിളിച്ചു ചേർക്കാൻ നിർദ്ദേശിക്കുന്ന കരട് നിയമത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ദക്ഷിണ കൊറിയയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുൻകൂർ വോട്ടിംഗ് സമയപരിധി അവസാനിച്ചപ്പോൾ 26.53% പോളിംഗ് രേഖപ്പെടുത്തി. 2020-ൽ 21.95% പോളിംഗ്. ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ബൂത്തിലെത്തി വോട്ട് ചെയ്യാം. ദക്ഷിണ കൊറിയ 2014-ലാണ് മുൻകൂർ വോട്ടിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത്. പശ്ചിമേഷ്യയിലെ പിരിമുറുക്കങ്ങൾക്കും ആശങ്കകൾക്കുമിടയിൽ ക്രൂഡ് ഓയിലിന്റെ വില ഗണ്യമായ വർദ്ധിച്ചു. ഇന്നലെ ക്രൂഡ് ഓയിൽ ബാരലിന് $91.17 വ്യാപാരം നടത്തി. ഇതോടെ ഈ ആഴ്ചയിൽ 4% വില ഉയർന്നു. ഈ വർഷം ഇതുവരെ വില 18% ഉയർന്നത്. NCERT പാഠഭാഗങ്ങൾ പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാടിൽ കേരളം ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കുട്ടികൾ യാഥാർത്ഥ്യം പഠനത്തിലൂടെ മനസ്സിലാക്കണമെന്നതാണ് സംസ്ഥാനത്തിന്റെ നിലപാടെന്ന് മന്ത്രി വ്യക്തമാക്കി. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്ന CBI സംഘം വയനാട്ടിലെത്തി. വയനാട് SP-യുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംഘം വെറ്റിനറി സർവകലാശാലയിൽ എത്തി. കേസിന്റെ വിശദാംശങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും ശേഖരിച്ചു. ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണായി ഗവർണർ നിയമിച്ചു. 2021-ൽ കൽപ്പറ്റ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജിയായിരിക്കെയാണ് K. ബൈജുനാഥിനെ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗമായി നിയമിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലും മധ്യപ്രദേശിലും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും. കോൺഗ്രസിന്റെ തെലങ്കാനയിലെ പ്രചാരണ പരിപാടികൾക്ക് ജനജാതര യോഗത്തോടെ തുടക്കം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള കാലാവധി നാളെ വരെ. മത്സരരംഗത്ത് 204 സ്ഥാനാർത്ഥികൾ. ഇന്ന് ലോക ആരോഗ്യ ദിനം. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ചൂട് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL-ൽ രാജസ്ഥാൻ റോയൽസിന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ 6 വിക്കറ്റ് വിജയം. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.